അമേരിക്കയിൽ അറസ്റ്റിലായിരിക്കുന്ന നിഖിൽ ഗുപ്തയെ വെച്ച് വിലപേശാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിഖിൽ ഗുപ്ത ഒരു സിഖുകാരനെ കൊല്ലാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ അമേരിക്കൻ ജയിലുകളിൽ കിടക്കുകയാണ്. അപ്പം മാത്യു വാൻഡക്കിനെ, അമേരിക്കൻ കൂലിപ്പട്ടാള തലവനെ വിട്ടുകിട്ടണമെങ്കിൽ നിഖിൽ ഗുപ്തയുമായിട്ട് വിലപേശുകയാണോ അമേരിക്ക? ഇന്ത്യ ഈ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങാൻ സാധ്യതയുണ്ടോ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മാത്യു വാൻഡക്ക് ഇന്ത്യയിൽ അറസ്റ്റിലായത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഈ സമ്മർദ്ദ തന്ത്രങ്ങൾ, എന്ത് തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ഉപയോഗിക്കുന്നത്? അമേരിക്കയുടെ കൂലിപ്പട്ടാള തലവനായിരുന്ന മാത്യു വാൻഡേക്ക് ഇന്ത്യയുടെ പിടിയിലാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. മാത്യു വാൻഡേക്ക് എന്ന ആള് ചെറിയ മീനല്ല. മാത്യു വാൻഡേക്കാണ് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റ് മുഴുവനും കലാപങ്ങൾ സംഘടിപ്പിച്ചതും കേണൽ ഗദ്ദാഫിയെ ലിബിയയിൽ പുറത്താക്കുന്നതും ബാഷർ അൽ ആസാദിനെ സിറിയയിൽ പുറത്താക്കുന്നതും അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം മുഴുവൻ അഫ്ഗാനിസ്ഥാനിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കിയതും ഒക്കെ ഇയാൾ തന്നെയാണ്. അപ്പൊ അത്ര ഒരു വലിയ കിലാടിയാണ് മാത്യു വാൻഡേക്ക്. അത്ര വലിയ ഒരു അമേരിക്കയുടെ ഏജന്റാണ്. CIA-യുടെ ചാര കൂലിപ്പട്ടാളത്തിന്റെ തലവനായിട്ടാണ് ഇയാളെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരാള് പഴത്തൊലിയിൽ തെന്നി വീണു എന്ന് പറയുന്നത് പോലുള്ള ഒരു നാണക്കേടാണ് അമേരിക്കയ്ക്ക് ഇയാൾ ഇന്ത്യയുടെ NIA-യുടെ പിടിയിലായി എന്നുള്ളത്. മാത്രമല്ല, ഇയാള് മജാന ബാഹുവും എല്ലാത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയാവുന്ന ആളും എല്ലാത്തരം കായികാഭ്യാസങ്ങൾ അറിയാവുന്ന ആളുമായിട്ടുള്ള ഇയാള് ഇപ്പോ തീഹാർ ജയിലിലെ ഒരു ഒരു അസ്ഥി പോലെ. മാത്രമല്ല, അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. അയാൾ ഒരു വീൽ ചെയറിലാണ് അയാളെ ഇപ്പൊ കോടതിയിൽ കൊണ്ടു ഹാജരാക്കിയതൊക്കെ. അപ്പൊ അയാൾ ആ ഒരു സ്ഥിതിയിലേക്കായി. അമേരിക്ക ആദ്യമൊക്കെ ഇക്കാര്യത്തില് മൗനം പാലിച്ചെങ്കിലും അമേരിക്കയ്ക്കുള്ളിൽ ഇപ്പോ സർക്കാരിന് വലിയ സമ്മർദ്ദമായി. ഈ മാത്യു വാൻഡേക്കിനെ തിരിച്ചു കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിന് വലിയ നാണക്കേടായി. അത് കാരണമാണ് ഇതുപോലൊരു വിഷയം, അതായത് സാധാരണ ഒരു രാജ്യത്തിന്റെ ചാരനെ പുറത്തിറക്കാനായിട്ട് ആ രാജ്യത്തിന്റെ പരമോന്നത നേതാവൊന്നും ഇടപെടത്തില്ല. അത് ബാക്ക്ഡോർ ഡിപ്ലോമസിയിലൂടെയാണ്, അതെല്ലാം അങ്ങനെയുള്ള സമ്മർദ്ദങ്ങളിലൂടെയാണ്. പക്ഷെ അതൊക്കെ വിട്ടിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി, അതായത് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി എന്ന് വേണമെങ്കിലും പറയാം. മാർക്കോ റൂബിയോ ഇന്ത്യയിൽ വന്നിട്ട് ഈ വിഷയം ജയശങ്കറുമായിട്ട് ചർച്ച നടത്തി. ജയശങ്കർ ഉറപ്പൊന്നും കൊടുത്തില്ല. അപ്പൊ അതൊരു വലിയ നാണക്കേടാണ്. ഇതിൽ നിന്നും അമേരിക്കയ്ക്ക് ഇത്രയൊക്കെ കാണിച്ചിട്ടും ഇന്ത്യ വിടുന്നില്ലെങ്കിൽ അമേരിക്കയ്ക്ക് തന്ത്രം ഒന്ന് മാറ്റി ചവിട്ടാനാണ് അമേരിക്ക നോക്കുന്നത്. ഇന്ത്യക്കാരനായ നിഖിൽ ഗുപ്ത സിഖ് തീവ്രവാദിയായ ഗുരു പട്വന്ത് സിംഗ് പന്നൂൻ എന്ന വ്യക്തിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് ഇയാള് അമേരിക്കയിൽ ജയിലിലാണ്, ന്യൂയോർക്കിൽ. ഈ മനുഷ്യനെ ഹി പ്ലീഡഡ് ഗിൽറ്റി എന്നാണ് ഇപ്പോ പുറത്തു വരുന്ന വാർത്ത. അതായത് കുറ്റസമ്മതം നടത്തി. അമേരിക്കയിൽ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നു, അയാൾക്കെതിരെയുള്ള തെളിവൊന്നും വേണ്ട സമയത്തൊന്നും അമേരിക്കൻ ഫെഡറൽ സംവിധാനത്തിലെ പോലീസിനും അതുപോലെ അമേരിക്കയുടെ ചാരസംഘടനകൾക്കുമൊക്കെ FBI ആവാം, CIA ആവാം, അവരെല്ലാം കൂടെ ചേർന്ന് ശ്രമിച്ചിട്ടും ഇയാൾക്കെതിരെയുള്ള വേണ്ടത്ര തെളിവുകൾ ലഭിക്കുന്നില്ല. പക്ഷെ ഇയാളെ പുറത്തു വരാൻ സാധ്യതയില്ല. അപ്പൊ ആ ഒരു സ്ഥിതിയിൽ ഇവര് പ്ലീഡിംഗ് ഗിൽറ്റി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. കോടതിയിൽ ഇവരാൻ കുറ്റം സമ്മതിച്ചിട്ട് ഇവരുമായിട്ട് നേരത്തെ ഒരു ധാരണയിലെത്തും. ഇയാളുടെ ശിക്ഷാ കാലാവധി ഇത്ര കൊല്ലം. ഇപ്പം എനിക്ക് തോന്നുന്നു പരമാവധി ഈ നിഖിൽ ഗുപ്തയ്ക്ക് 20 കൊല്ലം ശിക്ഷ കിട്ടാവുന്ന 2 കൗണ്ടിലാണ് അയാൾക്കെതിരെയുള്ള ചാർജ് വന്നിരിക്കുന്നത്. 1 വധശ്രമം, 2 മണി ലോണ്ടറിങ്. ഈ അമേരിക്കയിൽ വധശ്രമത്തെക്കാൾ കൂടുതൽ ശിക്ഷ കിട്ടുന്നത് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനാണ്. അതാ അതിനകത്തിലെ ഒരു അത്ഭുതം. വധശ്രമത്തിന് കൊടുക്കുന്ന പരമാവധി ശിക്ഷ 10 കൊല്ലം തടവാണ്. പക്ഷെ കള്ളപ്പണം വെളുപ്പിക്കലിന് 20 കൊല്ലം കിട്ടും. അപ്പോ ഈ കുറ്റങ്ങള് ഇത് സംബന്ധിച്ച് അമേരിക്കയുടെ കോടതിയുമായിട്ട് എന്തോ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് അപ്പോഴാണ് കുറ്റസമ്മതം നടത്തുന്നത്. കോടതിക്ക് മുമ്പ് ആ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു നിഖിൽ ഗുപ്ത. അപ്പൊ നിഖിൽ ഗുപ്തയെ കേസും ഈ മാത്യു വാൻഡേക്കിന്റെ കേസുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് എന്നാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ. ഈ ഗുരു പട്വന്ത് സിംഗ് പന്നൂൻ ഇയാളെ കൊല്ലാനായിട്ട് ഈ
നിഖിൽ ഗുപ്ത ഒരാളിനെ, ഒരു വാടക കൊലയാളിയെ $1,00,000 കൊടുത്തിട്ട് ഒരു വാടക കൊലയാളിയുമായിട്ട് കരാറിൽ എത്തിയെന്ന്. അങ്ങനെ ചെക്കോസ്ലോവാക്യയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ സംഭവം നടക്കുന്നത്. പക്ഷെ ചെക്കോസ്ലോവാക്യയിൽ നിന്നും പഴയ ചെക്കോസ്ലോവാക്യ, ഇപ്പൊ ചെക്ക് റിപ്പബ്ലിക്, ആ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും ഇയാളെ എക്സ്ട്രഡിക്റ്റ് ചെയ്തിട്ട് ആണ് അമേരിക്കയിൽ എത്തിച്ചത് അമേരിക്ക. അപ്പൊ അമേരിക്കയ്ക്ക് ഈ കേസിൽ എന്താണ് ഇത്ര വലിയ താല്പര്യം? ഈ ഇന്ത്യ ഭീകരൻ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഗുരു ഭട്വന്ത് സിംഗ് പന്നൂൺ. ആ പന്നൂണിന്റെ കേസില് ഇപ്പോ അമേരിക്ക ഈ താല്പര്യം പ്രകടിപ്പിക്കുന്ന എന്താണ്? മാത്രവുമല്ല, ഈ ഇദ്ദേഹത്തിനെതിരെ പിന്നെ നമ്മുടെ ഗുപ്തക്കെതിരെ ഉള്ള കേസില് അദ്ദേഹത്തിന്റെ ശിക്ഷ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി. അപ്പോ അതിന് പറയുന്ന കാരണം, ഈ പന്നൂൻ ഈ കോടതിയിൽ ഈ വിധി കേൾക്കാനായിട്ട് എത്തും. അയാളുടെ സൗകര്യം കൂടെ അയാളെ വിക്ടിമായിട്ടാണ് അവിടെ കാണുന്നത്, ഇരയായിട്ടാണ്. അപ്പോ ആ വിക്ടിമിനെ ഈ കോടതിയുടെ പ്രൊസീഡിങ്സിൽ പങ്കെടുക്കാൻ ഒരു അവസരം കൊടുക്കാനായിട്ട് ഇപ്പൊ നവംബർ 20 മാറ്റിയിരിക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ നവംബർ 20 അമേരിക്കൻ സർക്കാരും ഇന്ത്യൻ സർക്കാരുമായിട്ട് ഒരു ചർച്ചകളിലൂടെ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ മാത്യു വാൻ ഡേക്കിനെ പുറത്തു വിടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ചർച്ചകളുടെ ഒക്കെ പിന്നിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്യു വാൻ ഡേക്ക് കൂടാതെ തന്നെ മറ്റൊരു അമേരിക്കൻ ചാരനും ഇപ്പോ ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പൊ ഇവരെ രണ്ടുപേരെയും വിടണമെന്നാണോ? പക്ഷെ എനിക്ക് തോന്നുന്നത് രണ്ടാമനെ കുറിച്ച് അമേരിക്ക അത്ര വലിയ ബോധേടൊന്നുമല്ല. പക്ഷെ മാത്യു വാൻ ഡേക്ക് അമേരിക്കയുടെ ഒരു ബിഗ് ഫിഷാണ്. ഇതിനിടയിൽ ഇന്ത്യ ശ്രമിക്കുന്നത് പരമാവധി വിവരങ്ങൾ മാത്യു വാൻ ഡേക്കിൽ നിന്നും പുറത്തെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇവനെ സർവ്വ രീതിയിലും കൈകാര്യം ചെയ്ത് ഇവൻ ഇന്ത്യയിൽ എത്തിയ പദ്ധതി, അതുപോലെ തന്നെ അമേരിക്കയുടെ CIA നോർത്ത് ഈസ്റ്റിലുള്ള നെറ്റ്വർക്ക്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഈ കാലയളവിൽ ഇന്ത്യ ഇയാളിൽ നിന്ന് നേടിയെടുത്തതായിട്ടാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ മണിപ്പൂരിൽ ഇന്ത്യ CRPF കമാൻഡോകളെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യ മ്യാൻമാറിലെ ചില കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ മാത്യു വാൻ ഡേക്കിന്റെ കൈവശമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ചില ആൾക്കാരെ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മാത്യു വാൻ ഡേക്ക് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ഇപ്പോ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് അതിനകത്തിലെ പൂർണ്ണതയിലെ, പക്ഷെ മാത്യു വാൻ ഡേക്ക് ഏതായാലും പഴയ ആളല്ല. അയാളുടെ പഴയ വ്യക്തിത്വത്തിന്റെ നിഴല് പോലാണ്. അതായത് അയാൾക്ക് ഇപ്പോ വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ആ സ്ഥിതിയിലാണ് അയാള്. അപ്പോ അയാളുടെ കുടുംബം അമേരിക്കൻ പ്രസിഡന്റിന് ഒരു മെമ്മോറാണ്ടം ഒക്കെ കൊടുത്തു. അതായത് ഇയാൾക്ക് ഇന്ത്യൻ ഭക്ഷണം പിടിക്കുന്നില്ല, ഇയാൾക്ക് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അനുവദിക്കണം, ഇയാൾക്ക് പിസ്സ കൊടുക്കണം, ഇയാൾക്ക് ചിക്കൻ കൊടുക്കണം, KFC-ന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള അനുവാദം കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള, അത് മനുഷ്യത്വപരമാണെന്നാണ് അമേരിക്ക പറയുന്നത്. ഇത് പിന്നെ നമ്മുടെ ഇപ്പൊ ഇവിടെ ഒരു മറുചോദ്യമുണ്ട്. അമേരിക്കയിൽ സാധാരണ നിരവധി ഇന്ത്യക്കാർ തടവിൽ കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അവർക്കിപ്പം രാത്രി കഞ്ഞിയും പയറും കൊടുക്കാനുള്ള സംവിധാനം അമേരിക്കയിലുണ്ട്. അതല്ലെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറി, പനീർ, ബട്ടർ, അത് അവരുടെ ആവശ്യമാണ്. ജയിലിലെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവന്റെ ജീവൻ നിലനിർത്തേണ്ട അവന്റെ ആവശ്യമാണ്. അവന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ അവന് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടാതെ സ്വാതന്ത്ര്യത്തോടെ ഇരിക്കണമായിരുന്നു. ഇന്ത്യയിൽ എത്തുന്നത് ഇവരാരും തന്നെ യാതൊരു തരത്തിലുള്ള ലീഗൽ രേഖകളും ഇല്ലാതാണ് ഇവരെല്ലാം ഇന്ത്യയിൽ എത്തിയത്. അതുപോലെ തന്നെയാണ് ഈ ജോർഡാൻ ബ്രൗൺ എന്ന് പറഞ്ഞ രണ്ടാമൻ. ഇവരൊക്കെ തന്നെ അമേരിക്ക ഇന്ത്യയിൽ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങളുടെ ഫോറിൻ ഫണ്ടിങ്ങുമായിട്ട് ഇവിടെ എത്തുകയും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഇവിടുന്ന് ചുമ്മാതെ കൈയും വീശി അങ്ങ് തിരിച്ചു പോകാം എന്ന് കരുതി വന്നവരാണ്. ഇത് കൂടാതെ ഈ മാത്യു വാൻ ഡേക്കിനോടൊപ്പം അറസ്റ്റ് ചെയ്ത 6 യുക്രൈനിയൻ പൗരന്മാർ ഇവിടെ ജയിലിൽ കിടപ്പുണ്ട്. അതും അമേരിക്കയുടെ CIA നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ കൈവശമുള്ള ഏക ആയുധം ഈ നിഖിൽ ഗുപ്തയാണ്. ആ നിഖിൽ ഗുപ്തയെ കുറിച്ച് വെച്ച് വിലപേശുന്നു. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു അറേഞ്ച്മെന്റ് ഇന്ത്യയുമായിട്ട് എത്തിയിട്ടുണ്ടാവാം. അദാനിക്കെതിരെ എടുത്ത കേസില് അദാനിക്ക് അനുകൂലമായിട്ട് അമേരിക്കൻ ഫെഡറൽ കോടതിയിൽ ഇപ്പം ജില്ലാ കോടതിയിൽ വിധി ഉണ്ടായിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിനെതിരെയും അവരെ പൂർണ്ണമായിട്ട് കുറ്റവിമുക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ നിരവധി ചാരന്മാർ ഇന്ത്യയുടെ ജയിലിൽ കിടക്കുന്നു.
അവരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും അമേരിക്ക ഒരുപാട് നെഗോഷിയേഷൻസും ഒരുപാട് സമ്മർദ്ദവും ഇന്ത്യയുടെ മേൽ പ്രയോഗിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോ നടക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ, അതായത് ഇവിടെ ഏത് രീതിയിലാണ് നമ്മളുടെ ഭാരത സർക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നത് നമുക്ക് വ്യക്തമല്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് മാത്യു വാൻഡേക്കിൽ നിന്നും അതുപോലെ തന്നെ ജോർഡാൻ ബ്രൗണിൽ നിന്നും ഒക്കെ ഉള്ള പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും ഒരുപക്ഷെ അതിനുശേഷം ഇവരെ അമേരിക്കയ്ക്ക് കൈമാറുക പോലും ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് രാജ്യാന്തര തലത്തിൽ ഇത്തരം നെഗോഷിയേഷൻസ് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ചില വിട്ടുവീഴ്ചകൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ FCRA ബില്ല് ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് തന്നെ വായിക്കേണ്ട ഒരു വിഷയമാണ്. ഈ FCRA ബില്ല് തടയാൻ ഉദ്ദേശിക്കുന്നത് ഈ മാത്യു വാൻഡേക്കിനെയും ജോർഡാൻ ബ്രൗണിനെയും അതുപോലെ തന്നെ തിമോത്തി ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ് ഈ അടുത്ത സമയത്ത് മറ്റൊരു അമേരിക്കയുടെ നെറ്റ്വർക്ക് ഇന്ത്യയിൽ പൊളിച്ചിരുന്നു. ഇത്തരം ഗൂഢശ്രമങ്ങളെ തകർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് FCRA ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വലിയ ഒരു സമ്മർദ്ദ യുദ്ധത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഫലം എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലേ അറിയാൻ പറ്റുകയുള്ളൂ. ഇത് പലപ്പോഴും നമ്മൾ അറിയാത്ത ഒരുപാട് തരത്തിൽ ഉള്ള ചർച്ചകളൊക്കെ ഇത്തരം വിഷയങ്ങളിൽ സംഭവിക്കാറുണ്ട്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ പൊതുവിടത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ എത്തുമ്പോൾ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.